നന്നായി പാടി. പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു അങ്കിൾ. മോളിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ MBA ഫൈനൽ ഇയറാ. ഓ, അമ്മ ഞാൻ കൂടെ ചെല്ലട്ടെ. ശരി എന്നാ. എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലെ പ്രോഗ്രാം? നന്നായിരുന്നു. എന്താണ് രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? വെറുതെ പറയാം. പ്രോഗ്രാം നന്നായിരുന്നു അല്ലേ? അതെ, മോനെന്താ വരാഞ്ഞേ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ അവൻ എന്താ ചെയ്യണേ? ഫാർമ ഹോൾസെയിൽ ഒപ്പം മെഡിക്കൽ റെപ്പോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മോളെ ഞങ്ങൾക്ക് തന്നേക്കാമോ മരുമോളായിട്ട്? അമ്മ ഇവരാരാ? അച്ഛന്റെ ഫ്രണ്ടിന്റെ ഭാര്യയും മകളും. നിനക്കിഷ്ടായോ? ആ, രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. പോടാ വൃത്തിയേട്ടനെ. പിന്നെ എനിക്കും അച്ഛനെ ശ്രേയനെ ഇഷ്ടമായി. നിനക്കൂടെ ഇഷ്ടാവണം. അപ്പൊ നിങ്ങളെല്ലാം തീരുമാനിച്ചല്ലേ? പറ, ഇഷ്ടമായോ? അമ്മ ഫോട്ടോ മാത്രം കണ്ടാ മതിയോ? നേരിട്ട് കാണാലോ. അതല്ല, ഈ കാണുന്നതിന് മുന്നേ പരസ്പരം കൂടുതൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കോ, ഞാൻ നമ്പർ തരാം. അല്ല, നമ്പർ അയക്കുന്നുണ്ടേ. അമ്മ, എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മ. ഞാൻ കുറച്ചു നാളും കൂടെ തന്നെ ജീവിക്കട്ടെ. ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാനല്ലേ പറഞ്ഞുള്ളൂ. വേണ്ട അമ്മ, എനിക്ക് കേൾക്കുമ്പോഴേ പേടിയാവുന്നു. എല്ലാം ഒരുപോലെയല്ലല്ലോ. ഇത് പിന്നെ ചേട്ടാ, ഇത് ടൗൺ സെന്ററിൽ എത്തിച്ചേട്ടോ. ടൗൺ ഹാളിലല്ലേ? ഇത് പുതിയ ഐറ്റാണല്ലോ. നാളെ ഈവനിങ് ഒരു പരിപാടി ഉണ്ട്, അവർക്കിത് വേണം. നിങ്ങൾ വിട്ടോ, പ്രാക്ടീസ് ചെയ്താ മതി. നീ അയച്ച ഫോട്ടോസ് ഞാൻ കണ്ടു. എന്താ പേര്? ശ്രേയ. നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നോ. ഇന്നലെ ഞാൻ അവർക്കൊരു ഹായ് അയച്ചു, പക്ഷെ അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ തിരിച്ചൊരു ഹായ് റിപ്ലൈ വന്നു. അപ്പൊ ഞാൻ എന്തെന്നറിയോ, ഞാനൊരു മെസ്സേജ് അയച്ചു, ക്യാൻ ഐ ടോക്ക് ടു യു. അത് ഡെലിവർ ആയില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു. ആ, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അൺബ്ലോക്ക് ചെയ്തു. ആ, അപ്പൊ ത്രൂ തടസ്സങ്ങൾ മാറി. എന്തായാലും നിന്റെ അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. പിന്നെ ഫാർമ ഫീൽഡാന്നല്ലേ പറഞ്ഞേ? എനിക്കാണെങ്കിലേ ചെറിയൊരു ഹെയർ ഫോളിന്റെ പ്രോബ്ലം ഉണ്ട്. തന്റെ അതിനെ പറ്റി വല്ല റെമഡി ഉണ്ടോ?
എടാ ഞാൻ നിനക്കൊരു മരുന്ന് തരാം, നീ അതൊക്കെ കൊണ്ടുപോയി കൊടുക്ക്. എനിക്കൊരു പണിയില്ലേ? അമ്മ പോയെ, ചായ എവിടെ? പോയി ചായ എടുത്തിട്ടോ. വരൂ, അകത്തേക്ക് വരൂ. ഇല്ലല്ല, ഇത് അമ്മ തന്നു വിട്ടതാ. എണ്ണയാ, ഈ ശ്രേയുടെ മുടി കൊഴിച്ചലിന്. കേറിട്ട് പോവാ. ഇല്ല, ഞാനിപ്പോ പോവാ. അവളിവിടെ ഇല്ല. ശരി. ഹലോ. എടാ നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വന്നേ. എവിടെ? ഞാൻ ലൊക്കേഷൻ വിടാ. ആ, നീ പെട്ടെന്ന് വാ. ലൊക്കേഷൻ വിട്. അത്യാവശ്യം വല്ലതാണോ? അതെ, കുറച്ച് അത്യാവശ്യം. എടി, ടെൻഷൻ ആക്കേണ്ട കാര്യം പറ. കുറച്ച് ടെൻഷൻ അടിച്ചാലും കുഴപ്പമില്ല, നീ വാ. ശരി ശരി. ഹായ്. ആ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. 1 മണിക്കൂറിൽ മാക്സിമം വരണേ, നമുക്ക് ഡാൻസ് റിഹേഴ്സ് ചെയ്യണ്ടേ? ആ അത് ശരി. എന്നിട്ട് കഴിച്ചില്ലേ നീ? കഴിച്ചിട്ടോ? എന്തൊക്കെയാ? എന്താ ഇവിടെ? ഞാനേ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്ന. അവളാ ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി. ആ, ഇതെന്റെ കസിന്റെ റിസപ്ഷൻ ആണ്. ആ, ഓക്കെ ഓക്കെ. മോളാ? മോള് ശരി. അറിയാലോ. വേറെ കിട്ടില്ല. അതെ, ഞാൻ എന്നാ വിട്ടോട്ടെ, അവളിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ അളിയാ, ഓക്കെ. ശരി. ഈ ഡാൻസ് കാണാനാ വരാൻ പറഞ്ഞേ? എങ്ങനെയുണ്ട്? അല്ല, നീ എന്താ വിളിച്ചേ? കാര്യമുണ്ട്, വന്നേ. വാ, നീ കാര്യം പറ. പറയാം. നീ ഇത് എങ്ങോട്ടായി കൊണ്ടുപോണേ? പറ. ഒന്ന് സമാധാനിക്കോ, ഞാൻ പറയാം. ആ, ഇതെങ്ങോട്ടാ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, 1 മിനിറ്റ്, ഇപ്പൊ പറയാം. നിങ്ങളപ്പോ നേരത്തെ പരിചയമുണ്ടോ? എടാ, ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നത്. ശ്രേയ ഷഹാനയുടെ ഫ്രണ്ടാ. ഓ, ഇന്ന് നേരിട്ട് കണ്ടപ്പോഴാ നീ അയച്ച ഫോട്ടോനെ കുറിച്ച് ഓർത്തെ. അമ്മയാ? ആ, എടാ സംസാരിച്ചേക്ക്. ഹായ്. ഇനി എന്നെ ബ്ലോക്ക് ചെയ്യരുത് കേട്ടോ. മരുന്ന് കിട്ടി, അമ്മ പറഞ്ഞായിരുന്നു. മരുന്ന് തരാൻ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ആളെ പരിചയപ്പെടാൻ കൂടി വേണ്ടിയിട്ടാ വന്നത്. അതും അമ്മ പറഞ്ഞു. ഞങ്ങൾ 5 പേരാ തിക് ഫ്രണ്ട്സ്. അമയ, പ്രിൻസ്, പിന്നെ മീനു, മൂർത്തി. ഒരാൾ ഡോക്ടറും മറ്റേ സൈക്കോളജിസ്റ്റോ. അവർ 2 പേരും എൻഗേജ്ഡാ. അപ്പൊ ആറാമത്തെ ഇപ്പോ ശ്രേയും കൂടെ വരുമ്പോ ശ്രേയും. ഫ്രണ്ട്ഷിപ്പ് മാത്രം മതിയോ? പോരാ. എന്തു പറ്റി? ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഇമ്പോർട്ടന്റ്. ശ്രേയ പറയുന്നതല്ല എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. പറ. ഞാനൊരിക്കൽ എൻഗേജ്ഡ് ആയതാണ്.
ആളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആക്സിഡന്റിൽ കണ്ട് പരിചയമായി ഇഷ്ടപ്പെട്ടതാ. വീട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ട് തന്നെ എൻഗേജ്മെന്റ് നടത്തി. പക്ഷേ എന്താ ഹരി കാണണമെന്ന് പറഞ്ഞേ? യു ആർ എ ചീറ്റ്. ഭാഗ്യം എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞോളൂ. വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സെഡ്. നീ കോളേജ് ഭയങ്കര ഫ്ലേർട്ടിംഗ് ആയിരുന്നല്ലേ, കുറെ വിലസി. വാട്ട്? വെർജിൻ അല്ലല്ലോ. അനാവശ്യം പറയരുത്. നിർത്തടി. ഈ ഷോയൊന്നും എന്നോട് വേണ്ട. എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കിയിട്ട് നിനക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ കുറ്റം. പരിചയപ്പെടണ്ടായിരുന്നെന്ന് തോന്നണുണ്ടോ? എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റില്ല.